വെൽക്കം ബാക്ക് ടു നാറ്റ് ഡെമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റ് ഡെമിയുടെ മറ്റൊരു എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സീരീസിൽ അല്ലേ എല്ലാ ദിവസവും പുലർച്ചെ നമ്മൾ ഈ ഒരു സീരീസിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ്? എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് എല്ലാ വയസ്സിൽ SSLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സീരീസിലെ ബേസിക് കമ്പ്യൂട്ടിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്റർ നമ്പർ 4, 5, 6 ആണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ 3 സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, മൈക്രോസോഫ്റ്റിൻ്റെ പ്രസൻറ്റേഷൻ അല്ലേ. ഓഫീസ് സ്യൂട്ടിലുള്ള 3 സോഫ്റ്റ്വെയറെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഷനിൽ മീൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. 100% ഷുവർ ആയിട്ടെന്ന് പറയാം. ഈ ഒരു 3 ചാപ്റ്ററുകളിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക, പ്രാക്ടിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല നിങ്ങൾക്കൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു 3 സോഫ്റ്റ്വെയറിൽ നിന്നുകൂടി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിയറി പേപ്പറിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ പേടിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് തിയറിയിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കൃത്യമായിട്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ അവസാനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യുന്നതാണ്. മാത്രമല്ല നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മളിതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ്. 1 വേർഡ് എന്നല്ല, നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ട് അത്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്കിതിന് പ്രാക്ടിക്കലിൽ നിന്നും അതുപോലെ തന്നെ തിയറിക്കും നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ മറ്റു ചില ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കാണുന്നത് ചുരുക്കമാണ്. നമുക്ക് ഇങ്ങനത്തെ സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ കൂടുതൽ ഇതുപോലത്തെ ഈ ചാപ്റ്ററുകളിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ മാത്രം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഒന്നാമത്തേത്, വാട്ട് ഈസ് എ വേർഡ് പ്രൊസസ്സർ? ഒരു വേർഡ് പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ നോക്കാം. എ വേർഡ് പ്രൊസസ്സർ ഈസ് എൻ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് പ്രിന്റ് ഡോക്യുമെന്റ്സ് കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഇമേജസ്, ടാബ്ലറ്റ്സ് എക്സെട്ര. അപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. എന്തിനുള്ള ആപ്ലിക്കേഷനാണ്? നമുക്ക് എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് പ്രിന്റ് ചെയ്യാനും ഇപ്പോഴത്തെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമേജ് ആയിക്കോട്ടെ ടാബ്ലറ്റ് ആയിക്കോട്ടെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 1 പ്രോപ്രൈറ്ററി വേർഡ് പ്രോസസ്സിംഗ് ടൂൾ അല്ലേ. ഒരു പ്രോപ്രൈറ്ററി വേർഡ് പ്രോസസ്സിംഗ് ടൂളിനെ നമ്മളോട് പരിചയപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രോപ്രൈറ്ററി ടൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം അല്ലേ, ഫ്രീ സോഫ്റ്റ്വെയർസ് അല്ല, നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അപ്പോൾ നെയിം 1 പ്രോപ്രൈറ്ററി വേർഡ് പ്രോസസ്സിംഗ് ടൂൾസ്. ഏതാണ് ആൻസർ ഇടുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് അല്ലേ. ഓക്കെ, വേർഡ് പ്രോസസ്സിംഗ് ടൂളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് വേർഡ് പറയാം. അതല്ലാത്ത ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഡസ് OLE സ്റ്റാൻഡ്സ് ഇൻ MS വേർഡ്? MS വേർഡിലെ OLE എന്ന് പറയുന്ന ആ ഒരു വാക്ക് സ്റ്റാൻഡ്സ് ചെയ്യുന്നു, മീൻസ് അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബെഡിങ് അല്ലേ. ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്, OLE എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലത്തെ ഷോർട്ട് ഫോമിൽ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം എന്നുള്ളത് അല്ലേ. കാരണം അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുന്നില്ല. നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരുപാട് ഏരിയസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, നമുക്ക് അറൗണ്ട് 20 മാർക്സോളം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിച്ച് ഫീച്ചർ ഇൻ MS വേർഡ് ഹെൽപ്സ് ടു റീപ്ലേസ് എ സ്പെസിഫിക് വേർഡ് ത്രൂ ഔട്ട് ദ ഡോക്യുമെന്റ്? അപ്പോൾ ഒരു ഡോക്യുമെന്റിൽ നമുക്ക് ഡോക്യുമെന്റിലെ മുഴുവൻ ഒരു സ്പെസിഫിക് വേർഡ് നമുക്ക് മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ്, റീപ്ലേസ് അല്ലേ. റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ടൂളാണ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ടൂളാണ് എന്ത് ചെയ്യുന്നത്, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഏത് വേർഡാണോ ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയും അത് നമുക്ക് ഏത് വേർഡാണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മളവിടെ അടിച്ചു കൊടുക്കുകയും ഏതിലോട്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു സ്റ്റാർട്ട് MS വേർഡ് 2030? നമ്മൾ MS വേർഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്പുകളാണ് എഴുതാൻ പറ്റുള്ളത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ, അതിൽ ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റിലെ വേർഡ് 2030 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളവിടെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ റിബൺ ഇൻ MS വേർഡ് കണ്ടെയ്ൻ? MS വേർഡിലെ റിബൺ എന്ന് പറയുന്ന റിബൺ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിബൺ മോഡലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ടാസ്ക് ബാറുകളിലല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്. MS വേർഡിലായിക്കോട്ടെ പ്രസന്റേഷൻ
പ്രസൻറ്റേഷനിലായിക്കോട്ടെ, PPT-യിലായിക്കോട്ടെ, അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിലായിക്കോട്ടെ, എല്ലാത്തിലും. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം, മൾട്ടിപ്പിൾ ടാബ്സ് ആർ പെർഫോം വേരിയസ് ടാസ്ക് ലൈക്സ് എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ് ആൻഡ് ഇൻസേർട്ട് ഒബ്ജക്ട്സ് അല്ലേ. അതായത് മൾട്ടിപ്പിൾ ടാബുകളാണ് എന്തുള്ളത്, ആ റിബൺ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലുള്ളത്. ഒരുപാട് ടാബുകളാണുള്ളത്, അതിൽ ഒരുപാട് ടാസ്കുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ ടൈറ്റിൽ ബാർ ലൊക്കേറ്റഡ് ഇൻ MS Word? MS Word ടൈറ്റിൽ ബാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടൈറ്റിൽ ബാർ എവിടെയാണ്? അറ്റ് ദ ടോപ്പ് ഓഫ് ദ വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്ന ഡോക്യുമെന്റ് നെയിം ഡിസ്പ്ലേ ചെയ്യുന്നതിന്റെ ആ ഒരു ടോപ്പ് വിൻഡോയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടൈറ്റിൽ ബാർ കാണിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിച്ച് ടാബ് ഇൻ MS Word allows you to insert header and footer? അപ്പോൾ MS Wordലെ ഏത് ടാബാണ് നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്കറിയാം റിബൺ എന്ന് പറയുന്നതിന് ഒരുപാട് ടാബുകളുണ്ട് അല്ലേ. ഹോം, ഇൻസേർട്ട്, വ്യൂ, ഡിസൈൻ പോലത്തെ ഒരുപാട് ടാബുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് ടാബാണ് നമ്മൾ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്? നമുക്കറിയാം ഇൻസേർട്ട് ടാബിലാണ്. ഇൻസേർട്ടിലാണ് നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നത്, ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുക്കുന്നത്, പേജ് നമ്പർ കൊടുക്കുന്നത് ഒക്കെ അതിലാണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു സേവ് ഡോക്യുമെന്റ് ഇൻ MS Word? MS Word ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് ഏതാണ്? Ctrl+S ആണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഫീച്ചർ ഇൻ MS Word? MS Wordലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഫീച്ചറിൻ്റെ ഉപയോഗം എന്താണ്? എന്തിനാണ് ഉപയോഗം? നമുക്കതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മെയിൽ മെർജ് ഫീച്ചർ ഇൻ MS Word? MS Wordലെ മെയിൽ മെർജ് ഫീച്ചറിന്റെ പ്രത്യേകത എന്താ അല്ലേ? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മാസ് മെയിലിംഗ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്ക് ഈ ഒരു മെയിൽ അല്ലേ, ഒരുപാട് മെയിലുകൾ ഒരേ സമയം ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് മൾട്ടിപ്പിൾ പീപ്പിൾസിന് അല്ലേ. അതാണ് നമ്മളൊരു മെയിൽ മെർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്പ്രെഡ്ഷീറ്റ്? എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് ചോദിച്ചാൽ, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡോക്യുമെന്റ് കൺസിസ്റ്റിംഗ് റോസ് ആൻഡ് കോളംസ് അല്ലേ. റോസും കോളംസും ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്ന ഷീറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, യൂസർ ഫോർ സ്റ്റോറിംഗ് ആൻഡ് അനലൈസിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, നെയിം വൺ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം അതർ ദാൻ MS Excel. MS Excel അല്ലാണ്ട് മറ്റൊരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്? MS Excel അല്ലാതെ നമുക്ക് ഗൂഗിൾ ഷീറ്റ് പറയാം അല്ലേ. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് എ സെൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ സെൽ എന്ന് വിളിക്കുന്നത് എന്തിനാണ്, റോസും കോളംസും ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലേ, ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ സെല്ലുകൾ എന്ന് വിളിക്കാറുള്ളത് അല്ലേ. റോസ് ആൻഡ് കോളംസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ സെൽ എന്ന് വിളിക്കാറുള്ളത്, ദ ഇന്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് കോളം. നെക്സ്റ്റ്, വാട്ട് ഫീച്ചർ ഇൻ MS Excel ഓട്ടോമാറ്റിക്കലി ഫിൽസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് ഓർ ഡേറ്റ് അല്ലേ. നമ്മൾ MS Excel ഒരു ഫീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതവിടെ ഫില്ലായി തരും അല്ലേ. ഒരു ഡേറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ദിവസത്തിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കലി അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വരും അല്ലേ. മൺഡേ കൊടുത്തു കഴിഞ്ഞാൽ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഓർഡറിൽ ഇങ്ങനെ കറക്റ്റ് കിട്ടും. അതുപോലെ തന്നെ 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ അത് കറക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ജനുവരി ഫെബ്രുവരി അത് ജനുവരി നടിച്ചിട്ട് നമ്മൾ താഴോട്ട് കൊണ്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേര് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പേര് അല്ലേ, ഓട്ടോഫിൽ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ആ ഫംഗ്ഷൻ്റെ പേര് വരുന്നത് ഓട്ടോഫിലാണ്. നെക്സ്റ്റ് നോക്കാം, വിച്ച് ടൂൾ ഇൻ എക്സൽ ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റ് ദ ഡാറ്റ ഗ്രാഫിക്കലി? നമ്മൾ ഗ്രാഫിക്കലായിട്ട് അല്ലേ ഒരു ഒരു ചിത്രമായിട്ട് നമുക്ക് ഒരു ഗ്രാഫ് രൂപത്തിൽ നമുക്ക് ഡാറ്റകളെ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെ കാണിക്കുന്ന ആ ഒരു രീതിയെ നമ്മൾ എന്ത് പേരാണ് വിളിക്കാറുള്ളത്, നമ്മൾ അത് ചാർട്ടുകൾ എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ. നമുക്ക് ചാർട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന റിബണിലെ ഒരു ടാസ്ക് ബാറിൽ പോയി കഴിഞ്ഞാൽ അല്ലേ നമുക്കതിൽ ചാർട്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം, ഹൗ ഡു യു സ്റ്റാർട്ട് എ ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഇൻ MS Excel അല്ലെ. MS Excelൽ നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ പോയി കഴിഞ്ഞാൽ ന്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ബുക്ക് എന്ന് പറയുന്ന രൂപത്തിലൊരു ഓപ്ഷൻ അതിൽ കാണാം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പൈവോട്ട് ടാബിൾ ഇൻ എക്സൽ? എക്സലിലെ ഓക്കെ, അതിന് മറ്റൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലേ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എൻ എക്സൽ വർക്ക് ബുക്ക്? ഒരു എക്സൽ വർക്ക് ബുക്കിൻ്റെ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫയലിനും ഓരോ ഫയൽ എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മുടെ MS വേർഡിൽ നമ്മൾ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അതിന് അപ്പോൾ തന്നെ .x എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ഫയൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഫയൽ നെയിം ഉണ്ടാവും .x എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതാണ് അതിൻ്റെ ഫയൽ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോയുടെ പേര് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം തൊട്ടപ്പുറത്ത് എന്തുണ്ടായിരിക്കും, ഒരു MP4 AVI അല്ലേ, അങ്ങനത്തെ ഒരുപാട്. അപ്പോൾ അതാണ് അതിൻ്റെ ഫയൽ നെയിംസ് എന്ന് പറയുന്നത്, മീൻസ് ഫയൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ആ സാധനം നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ ആ ഒരു വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് .xlsx എന്നാണ് അതിൻ്റെ പേര് വരുന്നത്.
FLX. ഓക്കെ, അതാണ് അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പൈവോട്ട് ടേബിൾ ഇൻ എക്സൽ? എക്സലിൽ പൈവോട്ട് ടേബിളിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു റീഓർഗനൈസ് ആൻഡ് സമ്മറൈസ് സെലക്ടഡ് കോളംസ് ആൻഡ് റോസ് ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ കോളത്തിലെ റോസിലെ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റകളെ ഒന്നും കൂടി എന്ത് ചെയ്യാനാണ്, ഒരു റീഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ സമ്മറൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പൈവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു പൈവോട്ട് ടേബിളിലോട്ട് ഒരു ടേബിൾ രൂപത്തിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് അതിൽ എക്സ്ട്രാ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പൈവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഡു യു ഇൻസേർട്ട് എ ന്യൂ വർക്ക് ഷീറ്റ് ഇൻ എക്സൽ വർക്ക് ബുക്ക്? എക്സൽ വർക്ക് ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂ വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്? അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ഷീറ്റാണ് കേട്ടോ, ശ്രദ്ധിക്കണം, വർക്ക് ബുക്ക് അല്ല വർക്ക് ഷീറ്റാണ്. വർക്ക് ഷീറ്റും വർക്ക് ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് തന്നെ വർക്ക് ഷീറ്റ് എന്ന്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയൽ മുഴുവനായിട്ടാണ്. അപ്പോൾ വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് നമുക്കൊരു റോസ് ആൻഡ് കോളംസ് അതിൻ്റെ താഴെ ഉണ്ടാവും ഷീറ്റ് നമ്പർ 1, ഷീറ്റ് നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഷീറ്റ് നമ്പർ 1 എന്നുള്ളതിന് തൊട്ടപ്പുറത്തൊരു പ്ലസ് ചിഹ്നം ഉണ്ടാവും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് നമ്പർ 2 കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ഒരു വർക്ക് ബുക്കിൽ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, ഒരു വർക്ക് ബുക്കിൽ നമുക്ക് എത്ര ഷീറ്റുകൾ വേണമെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് വർക്ക് ബുക്കും ഷീറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത് പറ്റുന്നത്. നെക്സ്റ്റ്, വാട്ട് ഫീച്ചർ ഇൻ എക്സൽ ഹെൽപ്സ് യു ഫ്രീസ് ദ ടോപ്പ് റോ ഓഫ് ദ ഫസ്റ്റ് കോളം? നമുക്കൊരു റോ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്? നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് ഫ്രീസ് സ്പാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഡു യു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് പവർ പോയിന്റ് പ്രസന്റേഷൻ? ഇനി പവർ പോയിന്റ് പ്രസന്റേഷൻ, ഒരു എക്സിസ്റ്റിംഗ് പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി പകുതി ആയിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ഇത് ബാക്കി ഓപ്പൺ ചെയ്യുക? നമ്മളത് ഓപ്പൺ ചെയ്യുന്നത് ബൈ സെലക്ടിങ് ഓപ്പൺ ഫ്രം ദ ഓഫീസ് ബട്ടൺ ആൻഡ് ചൂസിങ് ദ ഡിസൈർഡ് ഫയൽ എന്നാണ്. നമ്മൾ ഒരു ഓഫീസ് ബട്ടണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ഓപ്പൺ ചെയ്യാണ്. മീൻസ് നമ്മൾ പ്രസൻറ്റേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഫയലിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് നമുക്ക് അതിനെ എടുക്കാവുന്നതാണെന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ സ്ലൈഡർ സോർട്ടർ ഇൻ വ്യൂ പോയിന്റ് ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റിൽ സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ്റെ ഉപയോഗം എന്താണ്, അല്ലെ അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ടു റീഓർഡർ ആൻഡ് ഓർഗനൈസ് സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷനിലെ ഓർഡർ സ്ലൈഡുകൾ മറ്റും നമുക്കൊന്ന് റീഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈഡുകൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലൈഡ് സോർട്ടർ വ്യൂയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡുകൾ ഈസി ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷനിലോട്ടാണ് അത് മാറുക. അപ്പോൾ നമുക്കിനി ഓർഡറുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്, ഈ സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് പവർ പോയിന്റ് വ്യൂ ഈസ് യൂസ്ഡ് ടു ഡെലിവർ എ പ്രസന്റേഷൻ ടു എൻ ഓഡിയൻസ്? അപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് വ്യൂയിലോട്ടാണ് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് വ്യൂയിലോട്ടാണ് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ അതിനെ സ്ലൈഡ് ഷോ വ്യൂയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഫയലിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സ്ലൈഡ് ഷോ വ്യൂയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമുക്കത് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് സ്ലൈഡ് ഷോ വ്യൂയിലാണ്. അതാണ് നിങ്ങൾക്ക് എത്ര ഫില്ലായിട്ടോ ഈ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്. സോ ഇതും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ലൈഡ് ഷോയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആ രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ട് വരിക, നമുക്ക് അവിടെ അത് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു ചേഞ്ച് ദ സ്ലൈഡ് ലേഔട്ട് ഇൻ പവർ പോയിന്റ്? പവർ പോയിന്റ് നമുക്ക് എങ്ങനെ സ്ലൈഡ്സ് ലേഔട്ട് ചേഞ്ച് ചെയ്യാമെന്നാണ് ചോദ്യം. സോ സ്ലൈഡ് ലേഔട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം നമുക്ക് 9 സ്ലൈഡ് ലേഔട്ടുകളുണ്ട് അല്ലേ. ഓരോന്നിനും ഡിഫോൾട്ടായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുള്ള ലേഔട്ടുകളാണ് ഈ ഒരു സ്ലൈഡ് ലേഔട്ടുകൾ എന്ന് പറയുന്നത്. സോ ഒന്ന് ഹെഡിങ് മാത്രമാണെന്നില്ല, മറ്റേത് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഉണ്ടായിരിക്കും, പിന്നെ സെക്ഷൻ ഹെഡർ ഉണ്ടായിരിക്കും, ബ്ലാങ്ക് വരുന്നുണ്ട്, പിന്നെ ഇമേജസ്, അതുപോലെ തന്നെ കമ്പാരിസൺ, അങ്ങനെ ഒരു 9 തന്നെ നമ്മളുണ്ട്. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഒരു സെക്ഷൻ ആയിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു ലേഔട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ പവർ പോയിന്റിൽ തന്നെ ഹോമിൽ ലേഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. മീൻസ് നമ്മളൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ലേഔട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് ഏതാണ്, വാട്ട് ഫീച്ചർ ഇൻ പവർ പോയിന്റ് അലൗസ് യു ടു ആഡ് മൾട്ടിമീഡിയ എലമെന്റ്സ് ലൈക്ക് ഓഡിയോ ആൻഡ് വീഡിയോ? അപ്പോൾ ഇതിൽ ഏത് ഫീച്ചറാണ്, പവർ പോയിന്റിൽ ഏത് ഫീച്ചറാണ് നമുക്ക് വീഡിയോസും ഓഡിയോസും ഒക്കെ നമുക്ക് ഇതിലോട്ട് മൾട്ടിമീഡിയ എലമെന്റ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം, നമുക്ക് ഇൻസേർട്ട് ടാബ് ആണ് അല്ലെ. ഇൻസേർട്ട് ടാബാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത് അല്ലെ. ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസേർട്ട് വീഡിയോ ഉണ്ട്, ഇൻസേർട്ട് ഓഡിയോ ഉണ്ട്, ഇൻസേർട്ട് ഷെയ്ക്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ടാബ് ആണ്. നെക്സ്റ്റ്, വിച്ച് ടാബ് ഇൻ പവർ പോയിന്റ് അലൗസ് യു ടു അപ്ലൈ എ ഡിസൈൻ ടെംപ്ലേറ്റ്? ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർ പോയിന്റിലെ ടാബ് ഏതാണ്? അത് ഡിസൈൻ ടാബാണ് അല്ലെ. ഡിസൈൻ ടാബാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓപ്ഷൻ നമുക്ക് അലോ ആക്കി തരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഹൗ ഡു യു ഡ്യൂപ്ലിക്കേറ്റ് എ സ്ലൈഡ് ഇൻ പവർ പോയിന്റ്?
ഒരു പവർ പോയിന്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ഒരു സ്ലൈഡ് നമ്മൾ എങ്ങനെയാണ് പവർ പോയിന്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം, നമുക്ക് ഒരേ സ്ലൈഡ് ചിലപ്പോൾ നമുക്ക് രണ്ടാണ് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ പോയിന്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ബൈ റൈറ്റ് ക്ലിക്ക് ഇൻ ദ സ്ലൈഡ് ആൻഡ് സെലക്ടിങ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആൻഡ് ഓർ പ്രസന്റിങ് Ctrl+Shift+D. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഷോർട്ട് കട്ടാണ്, കൺട്രോൾ ബട്ടണും ഷിഫ്റ്റ് ബട്ടണും +D എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞു. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സ്ലൈഡ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അപ്പുറത്തുണ്ടായി പേസ്റ്റ് ചെയ്താലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ പവർ പോയിന്റ്? വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ പവർ പോയിന്റ്? ഒരു ന്യൂ സ്ലൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷോർട്ട് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സോ Ctrl+M ആണ്. ഓക്കെ, Ctrl+New അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രസന്റേഷൻ ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും. രണ്ടെണ്ണം നിങ്ങൾക്ക് അവിടെ പഠിക്കാം, Ctrl+M Ctrl+N. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു ഹൈഡ് എ സ്ലൈഡ് ഇൻ എ പവർ പോയിന്റ്? ഒരു പവർ പോയിന്റിൽ നമുക്ക് ഒരു സ്ലൈഡ് എങ്ങനെ ഹൈഡ് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം, അതും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഹൈഡ് സ്ലൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൽ സ്ലൈഡുകൾ നമുക്കതിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ഏകദേശം ഒരു 30 ക്വസ്റ്റ്യനോട് ഞാൻ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും, മീൻസ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കിതെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപയോഗിച്ചിട്ട്, മീൻസ് ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വായിച്ചിട്ട് വീണ്ടും മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നുണ്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ടാണ്, ചെറിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച്, കൂടുതൽ നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് മനസ്സിലായി വരും. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് കാണാം, ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ആൻസർ ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളത് വെച്ചിട്ട് നമ്മളോട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇതൊരു തിയറി എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് നിങ്ങൾക്ക് കാണാം, കണ്ടോ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മളോട് ഇത്ര പറഞ്ഞിട്ടുള്ളൂ, താഴെ തന്ന ഈ ഒരു ഫോർമുല പ്രകാരം നമ്മളോട് എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് നമ്മളോട് ആൻസർ ചെയ്യാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇത് ഏത് സോഫ്റ്റ്വെയറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. ഇത് ഏതിൽ വരുന്നതാണ്? ഇത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ് അല്ലേ. നമുക്ക് ഈ ഒരു പ്രോബ്ലം കണ്ട്, നമുക്ക് ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഇതാണ് ABCD, അതുപോലെ തന്നെ 1 2 3 4 എന്നുള്ള രൂപത്തിൽ നമുക്കൊരു സെല്ലുകളും കോളംസും ഒക്കെ വന്നിട്ടുള്ളത് എന്താണ്, മൈക്രോസോഫ്റ്റ് എക്സലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കണ്ടോ 1 എന്ന് പറയുന്നിട്ടുണ്ട്. എന്താണ്, ഒരു ബ്രാക്കറ്റിൽ C1 ഹരിക്കണം അല്ലേ, ബാർ എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹരിക്കണം എന്നാണ്. പിന്നെ /2 × D1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അതുപോലെ തന്നെ അതിനെ all divided by A1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്താണ്, ഇത് ഹരിച്ചിട്ട്, മീൻസ് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിനി ഇതിനെ ഡയറക്റ്റ്, മീൻസ് ഈ ഒരു ഫോർമുലയെ ഡയറക്റ്റ് അക്കങ്ങളോട്ടാക്കി മാറ്റി ചെയ്താൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. നിങ്ങൾ കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ഓക്കെ, കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കത് ഡിജിറ്റലോട്ട് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന് ആൻസർ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എങ്ങനെ ഇതിന് ഡിജിറ്റലോട്ട് മാറ്റാം? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം എല്ലാ സെല്ലിനും ഓരോ സെൽ നെയിമുകളുണ്ട് അല്ലേ, എല്ലാത്തിനും ഓരോ സെല്ല് നെയിമുകളുണ്ട്. ആ സെല്ല് നെയിം അനുസരിച്ചാണ് നമ്മൾ ഓരോ ഫോർമുലാസ് നമ്മൾ ഇതിൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഇവിടെ C1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ C1 എന്ന് പറയുന്നത് നമുക്കറിയാം, C എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, C എന്ന് പറയുന്ന കോളം എന്ന് പറയുന്നത് ഇതാണ്, ഈ കോളമാണ്. അപ്പോൾ ഈ കോളത്തിലെ 1ാമത്തെ റോ ആയിരിക്കും, അതാണ് C1 എന്ന് പറയുന്നത്. ഇപ്പോൾ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന കോളത്തിലെ 1ാമത്തെ റോ അല്ലേ. ഇനിയിപ്പോൾ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന കോളത്തിലെ 2ാമത്തെ. അപ്പോൾ ആ രൂപത്തിൽ കഴിഞ്ഞ് B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന കോളത്തിലെ 3 അല്ലേ, 3ാമത്തെ റോ. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിതിൽ മനസ്സിലാക്കുന്നത്. സോ ഓക്കെ, സോ നമ്മളിനി ചെയ്യുന്നത്, നമുക്കിവിടെ കാണാം അല്ലെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അക്കത്തിലോട്ട് മാറ്റി ചെയ്താം, ഡിജിറ്റിലോട്ട് നമുക്ക് ഇതിനെ മാറ്റി ചെയ്താം. അപ്പോൾ ഓക്കെ, ഇവിടെ എന്താണ്, C1/2 ആണ് ഫസ്റ്റ് ഉള്ളത്. C1 എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് C, അതിൽ 1ാമത്തെ റോയിലുണ്ട്, ഇതാണ് C1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇടാം, 20/2 അല്ലേ. ഇവിടെ C1/2 അല്ലേ, ഇൻറ്റു ഈ സ്റ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, ഗുണിക്കണം എന്നാണ് അല്ലേ. സ്റ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണിക്കണമാണ്. ഇൻറ്റു എത്രയാണ്, D1 ആണ്. ഏതാ D1? D1 അല്ലേ, D × 1 അത് D എന്ന് പറയുന്ന കോളത്തിലെ ഫസ്റ്റ് റോ. സോ 50 അല്ലേ. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ശേഷം all divided by, അതായത് ഇവിടെ ഈ ഒരു ബൈ ആണ്, മീൻസ് അതെന്ന് ഹരിക്കണം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, ഞാൻ എന്ത് ചെയ്യാം, ആ രൂപത്തിൽ തന്നെ എഴുതാം. ഓക്കെ ബൈ എത്രയാണ്, A1 ആണ്. A1 എന്ന് പറയുന്നത് 100 ആണ് അല്ലേ. A1 എന്ന് പറയുന്നത് നമുക്കിവിടെ 100 ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. 100 ഇങ്ങനെയാണ് നമുക്കതിനെ ഒരു
ഡിജിറ്റിലോട്ട് നമ്മൾ ഇതിനെ മാറ്റി ചെയ്തു. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ നടത്തി നോക്കുക. ഇതിലിട്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് 20/2 അല്ലേ, 10 ആണ്. 22 10 ആണ്. 10 × 50 എത്രയാണ്, 500 ആണ് ആൻസർ അല്ലേ. 10 ഗുണിക്കണം 50 അല്ലേ. ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ചെയ്യാം. ഓക്കെ, 10 ഗുണിക്കണം 50 എന്ന് പറഞ്ഞാൽ 500 ആണ്. ബൈ 100, 500 ഹരിക്കണം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 0 വെട്ടി കളയാം. നമുക്ക് ഒരു ആൻസർ വരുന്നത് എത്രയാണ്, 5 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഒന്നാമത്തെ ആൻസർ കിട്ടി 5. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. A2 + D2/2 + C3 അല്ലേ. അപ്പോൾ നമുക്ക് A2 ഏതാണെന്ന് മനസ്സിലാക്കാം. A എന്ന് പറയുന്ന കോളത്തിൽ 2 എന്ന് പറയുന്ന റോ അല്ലേ. 2 എന്ന് പറയുന്നത് മീൻസ് A2 എന്ന കോളത്തിൽ രണ്ടാമത്തെ റോയിൽ വരുന്ന സാധനം. അപ്പോൾ എത്രയാണ്, A2 എന്ന് പറയുന്നത് എന്താണ് 500 അല്ലേ. 500 പ്ലസ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് ഏതായാലും മായ്ച്ചു കളയുന്നുണ്ട്. ഓക്കെ 5 + D2/2. D2 എന്താണ്, D2 അല്ലേ, സോറി D2 എന്ന് പറയുന്നത് എത്രയാണ്, 2 തന്നെയാണ് വരുന്നത് അല്ലേ. D2 2/2, D2 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 2/2 പ്ലസ് C3 ആണ്. ഏതാണ് C3, C3 അല്ലേ. C എന്ന് പറയുന്ന കോളത്തിലെ മൂന്നാമത്തെ റോയിൽ വരുന്ന സാധനം അല്ലേ. ആ ഒരു സെല്ല്, ആ ഇന്റർസെക്റ്റ് ആവുന്ന ഭാഗം 10 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് നോക്കാം. എന്താണ് 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ് ആൻസർ വരിക. 2 ഹരിക്കണം 2 പ്ലസ് 10. അപ്പോൾ എന്താണ് 11 ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ വരിക. അപ്പോൾ 500 + 11. ഓക്കെ, ആൻസർ ഈസ് ഈക്വൽ ടു 511 ആണ് നമുക്ക് രണ്ടാമത്തിൻ്റെ ആൻസർ വരുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. 511 ആണ് നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കാം. മൂന്നാമത്തെ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ എങ്ങനെയാണ്, A4 അല്ലേ. എങ്ങനെയാണ്, A4 + B4, A4 + B4 ബൈ ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഉണ്ട് എന്താണ് C4/2, പിന്നെ ആ ബ്രാക്കറ്റിലുള്ളതിനെ കഴിഞ്ഞിട്ട് എന്തുണ്ട് -5, അതിനൊരു ബ്രാക്കറ്റ് ഉണ്ട്. സോ നമുക്ക് അതിനൊന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഞാൻ ഏതായാലും മുകളിലോട്ടാക്കിയിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഫസ്റ്റ് A4 + B4 ആണ്. A4 എന്ന് പറയുന്നത് എന്താണ് 200 ആണ് അല്ലേ. 200 പ്ലസ് ഇനി എന്താണ് ഇവിടെ ഉള്ളത് B4 ആണ് അല്ലേ. 200 പ്ലസ് B4, B എന്ന് പറയുന്നതിൽ 4 50 ആണ് അല്ലേ. B4 ആണ് വരുന്നത്. സോ A4 + B4 അതിനൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഇനി ഡിവൈഡഡ് ബൈ ഹരിക്കണം അല്ലേ. ഇനി എന്താണ് ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിനുള്ളിൽ മറ്റൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഇനി എന്താണ് C4/2 ആണ്. C4 എന്ന് പറയുന്നത് ഏതാണ്, C4 എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. 20 ഹരിക്കണം എന്താണ് 2 ആണ് അല്ലേ. 20 ഹരിക്കണം 2 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്ട് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു -5 ഉണ്ട്. -5 അതിനൊരു ബ്രാക്കറ്റ് ക്ലോസും വരുന്നുണ്ട്. അപ്പോൾ ഇനി ബ്രാക്കറ്റുകളുടെ കേസ് വരുമ്പോൾ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ബ്രാക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റ് നമ്മൾ കാൽക്കുലേഷൻ നടത്തണം. നമുക്ക് ഇവിടെ ചെയ്യാം. ഈ സൈഡ് നമുക്ക് കുഴപ്പമില്ല, ഈ സൈഡ് നമുക്ക് ഓൾറെഡി ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 200 + 50 എത്രയാണ് 250 ഹരിക്കണം. ഇനി നോക്കാം 20 ഹരിക്കണം 2 നമുക്ക് എത്രയാണ് 2 വെട്ടി കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. 20 2 തവണയാണ് 20 2 10 തവണയാണ് പോവാം അല്ലേ. ഇനി 10 - 5 ഇനിയാണ് നമ്മൾ ഇവിടെ മൈനസ് നടത്തുന്നത്. 10 നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാണ് 5 ഉണ്ടായിരിക്കും. സോ 250 ഹരിക്കണം 5 ആണ് നമുക്ക് ഫൈനൽ ആൻസർ വരിക. സോ ആൻസർ നമുക്ക് കിട്ടുന്നത് 50 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി ലാസ്റ്റ് ഒന്ന് നോക്കാം. നാലാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓക്കെ. നെക്സ്റ്റ് കണ്ടോ A1 - B4, A1 - B4 എന്നാണ്. മീൻസ് ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിൽ A1 - B4 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ശേഷം +C1 എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് വീണ്ടും ക്ലോസ് ചെയ്യുന്നു. എന്നിട്ടാണ് ഒരു ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിനുശേഷം ഉള്ളിൽ വേറെ ബ്രാക്കറ്റ് C4/2, പിന്നെ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് +B4. അങ്ങനെയാണ് നമുക്ക് ആദ്യം ഡിജിറ്റിലോട്ട് മാറ്റി ചെയ്ത് വെക്കാം. A1 - B4, A1 എന്ന് പറയുന്നത് 100 ആണ്. സോ 100 - B4 എന്ന് പറയുന്നത് അല്ലേ B4 ആണ്. B4 എന്ന് പറയുന്നത് 50 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ സെല്ലുകളുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് ഞാൻ ഫസ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലിയർ ആക്കുന്നത് അല്ലേ. 100 - 50 അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ടു. ശേഷം എന്താണ് ഇനി +C1 ആണ്, +C1. C1 എന്ന് പറയുന്നത് 20 ആണ്.
അല്ലേ. ഇനി ഇതൊരു ബ്രാക്കറ്റിലാക്കാനുണ്ട് അല്ലേ, ഇതൊരു ബ്രാക്കറ്റിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ എന്താണ് C4/2 അല്ലേ, C4/2. C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് അല്ലേ, 20/2 അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രാക്കറ്റിലാക്കുന്നുണ്ട്. ശേഷം പ്ലസ് ഇവിടെ എന്താ B4 ആണ് വരുന്നത് അല്ലേ. B4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, B4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. ഇനി ഇവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യം ബ്രാക്കറ്റിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സോൾവ് ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക, എന്നിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സോൾവ് ചെയ്യുക. സോ നമുക്ക് ചെയ്ത് നോക്കാം. 100/-50 100 പോയി കഴിഞ്ഞാൽ എത്രയാണ്, 50 തന്നെയാണ് ബാക്കി ഉണ്ടാവുക. ഇനി 50 പ്ലസ് എന്താണ് ഈ 20 അല്ലേ, 70 ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. 70 ഹരിക്കണം 20 ഹരിക്കണം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. 10 പ്ലസ് 50 എത്ര വരിക, 10 50 കൂട്ടി കഴിഞ്ഞാൽ 60 ആണ് നമുക്ക് ആൻസർ വരിക അല്ലേ. സോ അവസാനത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ രൂപത്തിൽ വന്ന് നിൽക്കും. ഓക്കെ, B4 ഓക്കെ എല്ലാം കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലായിരിക്കും നമുക്ക് ആൻസർ വന്ന് കിട്ടുക. ഇത് നമ്മൾ ഒന്നുകൂടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് 2 zeros വെട്ടി കളയാം. സോ 7/6 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫൈനൽ ആൻസർ പറയാം. ഇതിൽ ഡിജിറ്റിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, ആയിരിക്കണം 6 എന്ന് പറഞ്ഞിട്ട് 1 സംതിങ് ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കിക്കോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത്. സിമ്പിളാണ്. നിങ്ങൾ പറഞ്ഞത് നമുക്കിത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇതിനെ ഡിജിറ്റിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. സിമ്പിൾ ചിലത് എന്ത് ചെയ്യുക, ഡിജിറ്റിലോട്ട് മാറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റിലോട്ട് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ചെയ്ത് നിർത്താം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അത് നമ്മൾ ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്കിതിൻ്റെ മറ്റൊരു ഭാഗങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീരീസിൽ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മീൻസ് ബാക്കി വരുന്ന ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാവരും നമ്മുടെ ഈ ഒരു മോർണിംഗ് സീരീസിൽ, ഇനിയിപ്പോൾ നൈറ്റ് സീരീസ് ആണ്, നിങ്ങൾക്ക് ലൈവ് കൃത്യമായിട്ട് എന്തുണ്ട് 7 മണി മുതൽ 9 മണി വരെ ഈ സീരീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ ബേസിക് കമ്പ്യൂട്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ക്ലാസ് വരുന്ന സമയത്ത് അതിലും എന്ത് ചെയ്യുക, നിങ്ങൾ പങ്കെടുക്കുക. ഇതിൻ്റെ നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് തിയറി എഴുതാനും പ്രാക്ടിക്കൽ എഴുതാനും ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ എക്സാം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.